നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ഫ്ലൂ വ്യാപനം അതിശക്തമായതോടെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്നു. ബ്രിട്ടൻ കടന്നുപോകുന്നത് രൂക്ഷമായ ഫ്ലൂ പ്രതിസന്ധിയിലൂടെ. യുകെയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡോക്ടർമാരുടെ സമര തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഇതുപോലൊരു ശൈത്യകാല പ്രതിസന്ധി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് ഡോക്ടർമാർ. യുകെയിൽ വിമാനത്താവളത്തിലെ ഡ്രോപ്പ് ഓഫ് സോണിലെ ചാർജിൽ 3 പൗണ്ടിന്റെ വർധനവ്. വിമാനത്താവളത്തിൽ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയാൽ ഇനി മുതൽ 10 പൗണ്ട് ചാർജായി നൽകേണ്ടി വരും. ചാർജ് വർധനവ് 2026 ജനുവരി 6 മുതൽ പ്രാബല്യത്തിൽ വരും. വില വർധനവിനെ നിസ്സാരമായി കാണുന്നില്ലെന്ന് വിമാനത്താവള അധികൃതർ. ചാർജ് വർധനവിന് കാരണം ബിസിനസ് നിരക്ക് ഇരട്ടിയായത്. നൈജൽ ഫാരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം യുകെ പാർട്ടി അംഗസംഖ്യയിൽ ലേബർ പാർട്ടിയെ മറികടന്നതായി അവകാശവാദവുമായി രംഗത്ത്. റിഫോം യുകെക്ക് 2.68 ലക്ഷം പേരിലധികം അംഗങ്ങളുണ്ടെന്ന് കണക്കുകൾ. ലേബർ പാർട്ടിയുടെ അംഗസംഖ്യ 2.5 ലക്ഷമായി കുറഞ്ഞതായി റിപ്പോർട്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ കണക്കുകളെന്ന് നൈജൽ ഫാരാജ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ കടുത്ത സമ്മർദ്ദം. പാർട്ടിക്കാർ ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി അവസാനിക്കാനിരിക്കെ. സബ്സിഡി നിലച്ചാൽ കോടിക്കണക്കിന് അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ചെലവ് കുത്തനെ ഉയരും. ഏറ്റവും ഉയർന്ന ചികിത്സാ ചെലവ് വഹിക്കുന്നത് അമേരിക്കക്കാരാണെന്ന് OECD കണക്കുകൾ. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% വരെ ഉയർന്ന തീരുവകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് US കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളായ 3 പേർ. തീരുവകൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും വിതരണ ശൃംഖലകൾക്കും ദോഷകരവുമാണെന്ന് പ്രമേയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തിൽ ദേശീയ തലത്തിൽ അഭിനന്ദന പ്രവാഹങ്ങളുമായി നേതാക്കൾ. തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയർ വരാൻ പോകുന്നുവെന്ന് ജനം മോദിയെ മാത്രമാണ് വിശ്വസിക്കുന്നതെന്ന് തെളിഞ്ഞുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത കേരളം ഉയർത്തി പ്രചരണം നയിച്ച സംസ്ഥാന അധ്യക്ഷനും പ്രവർത്തകർക്കും ഷായുടെ വക അഭിനന്ദനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് MM മണി. വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദിക്കുന്നു എന്ന് MA ബേബി പറഞ്ഞതാണ് നിലപാട് പാർട്ടിയുടെ നിലപാടാണെന്ന്. അത് തന്നെയാണ് തന്റെ നിലപാടെന്നും മുൻമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പ്രവർത്തനം നടത്തിയിട്ടും ജനവിധി എതിരായതിൽ പ്രതികരിച്ചു പോയതാണെന്നും അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നും MM മണി. ആര്യ രാജേന്ദ്രനെതിരെ മുൻ കൗൺസിലറായ ഗായത്രി ബാബു ഉന്നയിച്ച വിമർശനങ്ങളെ തള്ളി മന്ത്രി V ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആര്യയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചില്ലെന്നും ഗായത്രിയുടെ പരാമർശം പാർട്ടി പരിശോധിക്കുമെന്നും മന്ത്രി. ക്ഷേമ പെൻഷൻ വർധനവ് പരാമർശിച്ച് വോട്ടർമാരെ അപമാനിച്ച MM മണി തൊഴിലാളി നേതാവാണെന്നും പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെന്നും ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. യുകെയിൽ 5 ദിവസത്തെ ഡോക്ടർമാരുടെ സമരം വരുന്ന ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ രംഗത്തെത്തി. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം രാജ്യം ഒരു പ്രധാന വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന സമയമാണ് ഇതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫ്ലൂ വ്യാപനം സകല റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു സമരം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തീരെ കരുതലില്ലാത്ത പ്രവർത്തനമാണ് സമര പ്രഖ്യാപനമെന്നും അവർ അത്യന്തം അപകടാവസ്ഥയിലായ രോഗികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുകയാണെന്നും സ്റ്റാമർ ആരോപിച്ചു. സമരം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നല്ലൊരു പാക്കേജാണ് സർക്കാർ ഡോക്ടർമാർക്ക് നൽകിയിട്ടുള്ളതെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അത് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സർക്കാർ നൽകിയ പുതിയ ഓഫറുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് നടക്കുകയാണ്. ഈ ഓഫർ നിരാകരിക്കപ്പെട്ടാൽ ഡിസംബർ 17 രാവിലെ 7 മണി മുതൽ തുടർച്ചയായ 5 ദിവസത്തേക്കായിരിക്കും ഡോക്ടർമാരുടെ സമരം. യുകെയിൽ ഫ്ലൂ വ്യാപനം അതിശക്തമായതോടെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഈ സൂപ്പർ ഫ്ലൂ തരംഗത്തിന് ഇരകളാകാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. ക്രിസ്മസിന് 2 ആഴ്ച മാത്രം അവശേഷിക്കെ ഇതുപോലൊരു നശിച്ച ശൈത്യകാലം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നാണ് മിക്ക ഡോക്ടർമാരും പറയുന്നത്. ശൈത്യകാല വൈറസുകൾ വ്യാപകമാവുകയും ആസന്നമായ ഡോക്ടർമാരുടെ സമരവും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം കാരണം ആശുപത്രി കിടക്കകളിൽ നിന്നും രോഗികളെ സോഷ്യൽ കെയർ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് തടസ്സം നിൽക്കുന്നു. ഫ്ലൂ വ്യാപനത്തിൽപ്പെട്ടുണ്ടായ കുതിച്ചുകയറ്റം മൂലം ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു തുടങ്ങിയതോടെ രോഗം കൂടുതൽ വ്യാപിപ്പിക്കുന്നത് തടയാനാകില്ല എന്ന ആശങ്കയും ശക്തമാവുകയാണ്.
ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തിയവരിലേക്കും ഫ്ലൂ പടരുമെന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞയാഴ്ച ഓരോ ദിവസവും 2660 ഫ്ലൂ ബാധിതർ വീതമാണ് വിവിധ ആശുപത്രികളിലായി പ്രവേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നവംബറിൽ മാത്രം 2.35 ദശലക്ഷം രോഗികളാണ് അടിയന്തര ചികിത്സാ വിഭാഗത്തിന്റെ സേവനം തേടിയതെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. HAN2 വൈറസിന്റെ പുതിയ വകഭേദമാണ് രോഗവ്യാപനം ഇത്രയും ശക്തമാകാൻ കാരണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഈ വർഷം നൽകിയ വാക്സിനുകൾക്ക് ഈ പുതിയ വകഭേദത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയാതെ പോവുകയാണ്. കുട്ടികൾക്കായുള്ള ആശുപത്രികളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുട്ടികൾക്കിടയിലെ രോഗവ്യാപനം വർദ്ധിച്ചതോടെ പല സ്കൂളുകളും അടച്ചുപൂട്ടേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിമാനത്താവളത്തിലെ ഡ്രോപ്പ് ഓഫ് സോണിലെ ചാർജിൽ 3 പൗണ്ടിന്റെ വർധനവ്. ഇനി മുതൽ വിമാനത്താവളത്തിൽ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയാൽ 10 പൗണ്ട് ചാർജായി നൽകേണ്ടി വരും. ടെർമിനലിന് പുറത്ത് 10 മിനിറ്റ് വാഹനം നിർത്തിയിടാൻ സഹായിക്കുന്ന ഈ ചാർജ് വരുന്ന ജനുവരി 6 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ വർധനവിനെ നിസ്സാരമായി കാണുന്നില്ല എന്ന് പറഞ്ഞ വിമാനത്താവള അധികൃതർ ബിസിനസ് നിരക്ക് ഇരട്ടിയാക്കിയത് ഉൾപ്പെടെ നിരവധി ചെലവുകൾ വന്ന വർധനവാണ് ഇതിന് കാരണമെന്നും വ്യക്തമാക്കി. ഈ വർഷം സുഹൃത്തുക്കളെയും കുടുംബത്തെയും വിമാനത്താവളങ്ങൾ കൊണ്ടുവിടാൻ പോകുന്നവർ പുതുവത്സര ആശംസകൾ നേരില്ലെന്നാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് RAACയിലെ സീനിയർ പോളിസി ഓഫീസർ റോഡ് ഡെന്നിസ് പ്രതികരിച്ചത്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വർധനവാണ് ഇപ്പോൾ 40% വർദ്ധിപ്പിച്ചതിലൂടെ ഡ്രോപ്പ് ഓഫ് ചാർജിൽ വരുത്തിയതെന്ന്. സദേൺ എയർപോർട്ട് 7 പൗണ്ട് ആയിരുന്നു 5 മിനിറ്റ് നേരത്തേക്ക് ഡ്രോപ്പ് ഓഫ് ചാർജായി ഈടാക്കിയിരുന്നത്. എന്നാൽ ഇത് 5 മുതൽ 30 മിനിറ്റ് വരെ നേരത്തേക്ക് 15 പൗണ്ടായി വർദ്ധിപ്പിച്ചു. 5 പൗണ്ടിന്റെ ഡ്രോപ്പ് ഓഫ് ചാർജ് 2021 ഗാറ്റ്വിക്കിൽ ആദ്യമായി ഏർപ്പെടുത്തിയത്. ഇത് 2024 6 പൗണ്ടായി ഉയർത്തി. പിന്നീട് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇത് 7 പൗണ്ടാക്കി ഉയർത്തിയിരുന്നു. അതേസമയം ഡ്രോപ്പ് ഇൻ ചാർജ് വർദ്ധിപ്പിച്ചത് കൂടുതൽ പേരെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. ഇത് വിമാനത്താവളത്തിൽ എത്തുന്ന കാറുകളുടെ എണ്ണം കുറയ്ക്കുകയും അതുവഴി ടെർമിനലുകളിലേക്ക് തിരക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു. അതോടൊപ്പം സുസ്ഥിരമായ ചില പുതിയ ഗതാഗത സംവിധാനങ്ങൾക്കുള്ള ചെലവ് ഭാഗികമായെങ്കിലും ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നും ബ്ലൂ ബാഡ്ജ് ഉടമകളെ ഈ നിരക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നൈജൽ ഫാരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം UK പാർട്ടി അംഗസംഖ്യയിൽ ലേബറിനെ മറികടക്കുന്നതായുള്ള അവകാശവാദവുമായി രംഗത്ത്. പാർട്ടി വെബ്സൈറ്റിലെ കണക്കുകൾ അനുസരിച്ച് റിഫോം UKക്ക് 2.68 ലക്ഷം പേർ അധികമുണ്ട് അംഗങ്ങൾ. അതേസമയം ലേബറിന്റെ അംഗസംഖ്യ 2.5 ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞതായി റിപ്പോർട്ട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായാണ് ഈ കണക്കുകൾ എന്നാണ് പാർട്ടി നേതാവ് ഫാരാജ് വിലയിരുത്തിയത്. ബ്രിട്ടനെ മാറ്റാൻ തക്ക ശക്തമായ പ്രസ്ഥാനമാണ് തങ്ങളെന്ന് പാർട്ടി അവകാശപ്പെട്ടു. രാജ്യത്തെ പഴയ രാഷ്ട്രീയ രീതികൾ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നുവെന്നും പുതിയ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുമാണ് പാർട്ടി അവകാശപ്പെടുന്നത്. അതിനൊപ്പം ഈ വളർച്ച തങ്ങളുടെ പ്രചരണത്തോടുള്ള ജനപിന്തുണയാണെന്നും റിഫോം നേതൃത്വം വ്യക്തമാക്കി. അതേസമയം റിഫോം UKക്ക് ലഭിക്കുന്ന സംഭാവനകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തായ്ലൻഡ് ആസ്ഥാനമായി വ്യവസായി ക്രിസ്റ്റഫർ ഹാർബോൺ 90 ലക്ഷം പൗണ്ട് സംഭാവന നൽകിയ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇത് ഇതുവരെ ജീവിച്ചിരുന്ന ഒരാൾ നൽകിയ ഏറ്റവും വലിയ ധനസഹായമാണ്. ഗ്രീൻ പാർട്ടിയുടെ അംഗസംഖ്യയും 70,000-ൽ നിന്നും 1.8 ലക്ഷത്തിലധികമായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ അവർ കൺസർവേറ്റീവുകളെയും മറികടന്നിരിക്കുകയാണ്. ക്യാൻസർ ചികിത്സയിലെ നിർണായകമായ ഘട്ടം പിന്നിട്ടതായി അറിയിച്ച് ചാൾസ് മൂന്നാമൻ രാജാവ്. പുതിയ വർഷത്തിൽ ചികിത്സയുടെ തീവ്രത കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചികിത്സാ മുൻകരുതൽ എന്ന നിലയിൽ ഡോക്ടർമാർ തുടർ പരിശോധനകൾ നടത്തുമെന്ന് ബക്കിംഗ്ഹാം പാലസ് വ്യക്തമാക്കി. ചാനൽ 4-ൽ സംഘടിപ്പിച്ച സ്റ്റാൻഡേർഡ് അപ്പ് ടു ക്യാൻസർ പരിപാടിക്കായി മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശത്തിലാണ് രാജാവ് ഈ വിവരം പങ്കുവച്ചത്. ക്യാൻസർ എത്രയും നേരത്തെ കണ്ടെത്തിയത് തന്റെ രോഗയാത്രയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെന്നും നേരത്തെയുള്ള രോഗനിർണയം രോഗികൾക്ക് പ്രത്യാശ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ക്യാൻസറിന്റെ തരം വെളിപ്പെടുത്തിയതാണ് രാജാവ് സംസാരിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതും ആധുനിക ചികിത്സാ മുന്നേറ്റങ്ങൾ കാരണം ചികിത്സ കുറയ്ക്കാനാകുമെന്ന ഘട്ടത്തിലേക്ക് എത്തിയതായും ഇത് ക്യാൻസർ പരിചരണ രംഗത്തെ വലിയ പുരോഗതിയുടെ തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം UKയിൽ 90 ലക്ഷത്തോളം പേർക്ക് ലഭ്യമായ ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനകൾ ഇതുവരെ പുതുക്കിയിട്ടില്ലെന്ന ആശങ്കയും രാജാവ് പങ്കുവച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബ്രസ്റ്റ്, ബൗവൽ, സർവൈക്കൽ ക്യാൻസർ തുടങ്ങിയ സ്ക്രീനിങ്ങുകളുടെ അർഹത അറിയാൻ സഹായിക്കുന്ന പുതിയ ദേശീയ ഓൺലൈൻ സ്ക്രീനിംഗ് ചെക്കർ ആരംഭിച്ചതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. രാജാവിന്റെ ചികിത്സ മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുവെന്നും മുൻകരുതൽ ചികിത്സ തുടരുമെന്നും പാലസ് വ്യക്തമാക്കി. ക്യാൻസർ രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും രാജാവ് തന്റെ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നും സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
രാജാവിന്റെ ചികിത്സയിൽ വരുന്ന മാറ്റത്തിലുള്ള സന്തോഷം പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പങ്കുവച്ചു. നേരത്തെ നടത്തിയ ക്യാൻസർ സ്ക്രീനിംഗ് ജീവൻ രക്ഷിക്കുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വർഷാവസാനത്തോടെ ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി അവസാനിക്കാനിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. സബ്സിഡി നിലച്ചാൽ കോടിക്കണക്കിന് അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ചെലവ് കുത്തനെ ഉയരുമെന്ന ആശങ്ക 2026 മിഡ്ടേം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന റിപ്പബ്ലിക്കൻ നേതാക്കളെ വലയ്ക്കുകയാണ്. വികസിത രാജ്യങ്ങൾ തന്നെ ഏറ്റവും ഉയർന്ന ചികിത്സാ ചെലവാണ് അമേരിക്കക്കാർ വഹിക്കുന്നതെന്ന് OECD കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കുറഞ്ഞ വരുമാനക്കാർക്ക് ഇൻഷുറൻസ് എടുക്കാൻ സഹായിക്കുന്ന അഫോർഡബിൾ കെയർ ആക്ട് സബ്സിഡി ഡിസംബർ 31 അവസാനിക്കാനിരിക്കുന്നത്. ഒബാമ കെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമത്തോടുള്ള കടുത്ത വിരോധം ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക്കൻ നേതൃത്വത്തിന്റെ നിലപാട് സബ്സിഡി നീട്ടില്ല എന്നതിലാണ്. എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത തുറന്ന കലാപമായി മാറുകയാണ്. 4 റിപ്പബ്ലിക്കൻ സെനറ്റുമാർ ഡെമോക്രാറ്റുകളോടൊപ്പം ചേർന്ന് സബ്സിഡി 3 വർഷം കൂടി നീട്ടാനുള്ള ബില്ലിന് പിന്തുണ നൽകിയെങ്കിലും അത് സെനറ്റിൽ പരാജയപ്പെട്ടു. ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്, എല്ലാവരും സമ്മർദ്ദത്തിലാണ് എന്ന് സെനറ്റർ ജോഷ് ഹോലി തുറന്നു പറഞ്ഞു. അമേരിക്കൻ ഇമിഗ്രേഷൻ രേഖകളിൽ ചേർക്കേണ്ട ഫോട്ടോ സംബന്ധിച്ച നിയമങ്ങളിൽ US സിറ്റിസൺ ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് കർശന മാറ്റം വരുത്തി. അപേക്ഷകരുടെ തിരിച്ചറിയൽ സുരക്ഷിതമാക്കുവാനും വ്യാജ തിരിച്ചറിയൽ തടയാനുമാണ് പുതിയ മാർഗനിർദ്ദേശമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി 3 വർഷത്തിലധികം പഴക്കമുള്ള ഫോട്ടോകൾ ഇമിഗ്രേഷൻ രേഖകൾക്കായി അംഗീകരിക്കില്ല. അപേക്ഷകൾ സ്വയം സമർപ്പിക്കുന്ന ഫോട്ടോകളും സ്വീകരിക്കില്ല. USCISയോ അതിന് അംഗീകാരം നൽകിയ കേന്ദ്രങ്ങളിലോ എടുത്ത ഫോട്ടോകൾ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. ഇതുവരെ 10 വർഷം വരെ പഴക്കമുള്ള ഫോട്ടോകൾ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. കോവിഡ് മഹാമാരി കാലത്ത് പഴയതും മുൻപ് ശേഖരിച്ചതുമായ ഫോട്ടോകൾ വ്യാപകമായി ഉപയോഗിച്ചതോടെ ചിലർ 20 വർഷത്തിലധികം പഴക്കമുള്ള ചിത്രങ്ങൾ വരെ സമർപ്പിച്ച സംഭവങ്ങളും ഉണ്ടായി. ഇതാണ് നിയമം കർശനമാക്കാൻ കാരണമായത് എന്ന് USCIS വ്യക്തമാക്കി. 10 വർഷത്തിനിടെ വ്യക്തികളുടെ രൂപത്തിൽ വലിയ മാറ്റം സംഭവിക്കുമെന്നും ഇതുവഴി തിരിച്ചറിയൽ പരിശോധനകൾ ദുർബലമാകുമെന്നും ഏജൻസി വിലയിരുത്തി. പുതിയ നയപ്രകാരം ബയോമെട്രിക്സ് പുതുതായി ശേഖരിക്കേണ്ടതില്ലാത്ത ഇമിഗ്രേഷൻ അപേക്ഷകളിൽ മുമ്പ് എടുത്ത ഫോട്ടോ വീണ്ടും ഉപയോഗിക്കാവുന്നതും അത് എടുത്ത തീയതി മുതൽ പരമാവധി 36 മാസം മാത്രമായിരിക്കും. എന്നാൽ നാച്ചുറലൈസേഷൻ അപേക്ഷ, പൗരത്വ സർട്ടിഫിക്കറ്റ് അപേക്ഷ, ഗ്രീൻ കാർഡ് മാറ്റി സ്ഥാപിക്കൽ, സ്ഥിരതാമസം, സ്റ്റാറ്റസ് മാറ്റം തുടങ്ങിയ അപേക്ഷകളിൽ പുതുതായി ബയോമെട്രിക്സും ഫോട്ടോയും നിർബന്ധമാക്കിയിരിക്കും. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% വരെ ഉയർന്ന തീരുവകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് US കോൺഗ്രസിൽ പ്രമേയം. ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളായ ഡെബോറോ റോസ്, മാർക്ക് വീസി, രാജാ കൃഷ്ണമൂർത്തി എന്നിവർ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് ഏർപ്പെടുത്തിയ ഈ തീരുവകൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും വിതരണ ശൃംഖലകൾക്കും ദോഷകരമാണ് എന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റിൽ 25% തുടങ്ങിയ തീരുവകൾ പിന്നീട് സെക്കൻഡറി തീരുവകൾ ചേർന്ന് പല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 50% ഉയർന്നിരുന്നു. ഇന്ത്യയുമായി വ്യാപാരം, നിക്ഷേപം, ഇന്ത്യൻ അമേരിക്കൻ സമൂഹം എന്നിവയിലൂടെ ശക്തമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന നോർത്ത് കരോലിൻ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് തിരിച്ചടിയാണെന്ന് റോസ്. ഉപഭോക്താക്കളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന നികുതിയാണ് ഇതെന്ന് വീസി വിമർശിച്ചു. ഇന്ത്യയുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ദുർബലമാക്കുന്ന നടപടിയാണിതെന്നും വിതരണ ശൃംഖലകൾ തകർക്കുന്നതാണെന്നും കൃഷ്ണമൂർത്തിയും ചൂണ്ടിക്കാട്ടി. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്താനുള്ള ചർച്ചകൾ ഊർജിതമാകുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിലെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ഉന്നത US ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിൽ ചർച്ചകൾ നടത്തി. അതേസമയം ഇന്റൽ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ വലിയ ടെക് കമ്പനികൾ ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 121.08 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.14 യൂറോ, 1 US ഡോളർ 90.57 ഇന്ത്യൻ രൂപ, 1 യൂറോ 106.01 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.34 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 65.65 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ അഭിനന്ദന പ്രവാഹവുമായി നേതാക്കൾ. തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയർ വരാൻ പോകുന്നുവെന്ന് ജനം മോദിയെ മാത്രമാണ് വിശ്വസിക്കുന്നതെന്ന് തെളിഞ്ഞുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത കേരളം ഉയർത്തിയ പ്രചാരണം നയിച്ച സംസ്ഥാന അധ്യക്ഷനും പ്രവർത്തകർക്കും അമിത്ഷാ അഭിനന്ദനം അറിയിച്ചു. എക്സിൽ മലയാളത്തിൽ പോസ്റ്റിട്ടാണ് അമിത്ഷായുടെ പ്രതികരണം. രാജീവ് ചന്ദ്രശേഖരനും കാര്യകർത്താക്കൾക്കും അഭിനന്ദനങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ചോരി വീണ്ടും സജീവമാക്കാൻ കോൺഗ്രസ്.
ഡൽഹി രാംലീല മൈതാനത്ത് വോട്ട് ചോരിയിൽ പാർട്ടി ഇന്ന് കൂറ്റൻ റാലി നടത്തും. കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 5.5 കോടി ജനങ്ങളിൽ നിന്നും ശേഖരിച്ച ഒപ്പ് രാഷ്ട്രപതിക്ക് കൈമാറും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ, ജയറാം രമേശ്, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ നേതാക്കളെല്ലാം പങ്കെടുക്കും. സോണിയാഗാന്ധിയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നാകും ഇവർ രാംലീല മൈതാനത്തിലേക്ക് എത്തുക. വോട്ടുചോരിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് 5.5 കോടി ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ചെന്നും ഇത് രാഷ്ട്രപതിക്ക് ഇന്ന് കൈമാറുമെന്നും പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. വോട്ടുചോരിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് പാർലമെന്റിനകത്തും പുറത്തും നടന്നിട്ടുള്ളത്. ഡിസംബർ 10-ന് ലോക്സഭയിൽ അമിത്ഷായും രാഹുലും തമ്മിൽ വോട്ടുചോരിയിൽ രൂക്ഷമായ വാക്പോര് നടന്നിരുന്നു. വോട്ടർ പട്ടികയിലെ പുതുക്കലുകളും സുതാര്യമായ തെരഞ്ഞെടുപ്പിന് അനിവാര്യമാണെന്നും അനധികൃതമായി വോട്ടർ പട്ടികയിൽ കയറിയവരെ പുറത്താക്കുക തന്നെ വേണമെന്നും അമിത്ഷാ വാദിച്ചു. വിദേശികൾക്കുള്ളതല്ല രാജ്യത്തെ തെരഞ്ഞെടുപ്പ്. ഹരിയാനയിൽ ഉണ്ടായത് വോട്ടർ പട്ടികയിലെ സാങ്കേതിക പിഴവ് മാത്രമാണെന്നും വോട്ട് ചോരിയല്ലെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ അമിത്ഷായ്ക്ക് മറുപടിയുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാർ എന്തിന് പൂർണ്ണ പരിരക്ഷ നൽകിയെന്ന് വ്യക്തമാക്കണമെന്നും ഹരിയാനയിലെ വോട്ടു തട്ടിപ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് തന്നോട് ഒരു സംയുക്ത വാർത്താ സമ്മേളനം പരസ്യ സംവാദവും നടത്താൻ അമിത്ഷായെ രാഹുൽ വെല്ലുവിളിച്ചിരുന്നു. ഡി.കെ. ശിവകുമാർ തന്നെ കർണാടക മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് എം.എൽ.എ. എച്ച്.എ. ഇക്ബാൽ. സിദ്ധരാമയ്യയല്ല, ഡി.കെ. ശിവകുമാറാണ് ജനുവരി 6-ന് കർണാടക മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുക എന്ന് ഇക്ബാൽ ഹുസൈൻ വ്യക്തമാക്കി. ശിവകുമാറിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നും ഇക്ബാൽ ഹുസൈൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ദിവസം നിങ്ങൾ നോക്കിയിരുന്നുള്ളൂ. ഡി.കെ. ശിവകുമാർ തിരഞ്ഞെടുക്കപ്പെടാൻ 99% സാധ്യതയുണ്ടെന്നും ജനുവരി 6 എന്നത് ഉറപ്പുള്ള തീയതിയല്ല, ഞാൻ വെറുതെ ഒരു തീയതി പറഞ്ഞതാണ് എന്ന്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് നടക്കുക അന്നാണ് എന്ന് എല്ലാവരും പറയുന്നു. ജനുവരി 6-നോ 9-നോ തിരഞ്ഞെടുപ്പ് നടക്കാം. ഇക്ബാൽ ഹുസൈൻ വ്യക്തമാക്കിയത് ഇപ്രകാരമായിരുന്നു. ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിനുള്ള തന്റെ താല്പര്യം പരസ്യമായി തന്നെ ഇക്ബാൽ പറയുകയായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് എം മണി. വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദിക്കുന്നതായി അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി. എം.എ. ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്, അതുതന്നെയാണ് തന്റെയും നിലപാട്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണ്. സംസ്ഥാനത്ത് ഉൾപ്പെടെ ക്ഷേമ പ്രവർത്തനം നടത്തിയിട്ടും ഇങ്ങനെ ഒരു ജനവിധി വന്നതിൽ പ്രതികരിച്ചു പോയതാണ്. അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ജനറൽ സെക്രട്ടറി പറഞ്ഞത് പാർട്ടി നിലപാടാണ്. ഉമ്മൻചാണ്ടി, എ.കെ. ആന്റണി, കരുണാകരൻ എന്നിവർ ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിലുള്ളപ്പോൾ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റ് ഏതെങ്കിലും സർക്കാർ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ടോ എന്നും എം മണി ചോദിച്ചു. സാമൂഹ്യ വീക്ഷണം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സംസ്ഥാന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും എം മണി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആര്യ രാജേന്ദ്രനെതിരെ മുൻ കൗൺസിലറായ ഗായത്രി ബാബു ഉന്നയിച്ച വിമർശനങ്ങളെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആര്യയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഗായത്രിയുടെ പരാമർശം പാർട്ടി പരിശോധിക്കുമെന്നും ക്ഷേമ പെൻഷൻ വർധനവ് പരാമർശിച്ച് വോട്ടർമാരെ അപമാനിച്ച എം മണിയെയും ശിവൻകുട്ടി തള്ളിപ്പറഞ്ഞു. മണി തൊഴിലാളി നേതാവാണെന്നും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. പെൻഷൻ കൃത്യമായി വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് ജനങ്ങൾ നൈമിഷികമായി വികാരത്തിന് വോട്ട് ചെയ്തുവെന്നും നന്ദികേട് കാണിച്ചുവെന്നുമായിരുന്നു എം മണിയുടെ വിവാദ പരാമർശം. ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് നേരിടേണ്ടി വന്ന തിരിച്ചടിയിലും മന്ത്രി പ്രതികരിച്ചു. പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല. LDF-ന് മികച്ച വിജയം അർഹിക്കുന്നു എന്നാണ് കരുതുന്നത്. ജനങ്ങളുടെ തീരുമാനത്തെ മാനിക്കുകയാണ്. 2010-ൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി നേരിട്ടിട്ടും പാർട്ടി തിരിച്ചു കയറി. പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടില്ല. LDF-ന് 1631 വോട്ടുകൾ കൂടുതലാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി സ്പോർട്സ്. T20 ലോകകപ്പിന്റെ ടിക്കറ്റ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ പോസ്റ്ററിൽ നിന്നും ക്യാപ്റ്റൻ അഖാസ് സൽമാന്റെ ചിത്രം ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി
പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ അതൃപ്തി PCBICCയെ അറിയിച്ചു. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് ലോകകപ്പ് അരങ്ങേറുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ദക്ഷിണാഫ്രിക്ക നായകൻ എയ്ഡൻ മാർക്കം, ഓസ്ട്രേലിയ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ്, ശ്രീലങ്കൻ ക്യാപ്റ്റൻ ദസൂൺ ഷനക, ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് എന്നിവരാണ് പോസ്റ്ററിലുള്ളത്. സമാന രീതിയിൽ പ്രമുഖ ക്രിക്കറ്റ് ശക്തികൾ എന്ന നിലയിൽ പാകിസ്ഥാൻ പരിഗണന അർഹിക്കുന്നതായും PCB വ്യക്തമാക്കി. അതേസമയം നിലവിൽ ICCയുടെ T20 റാങ്കിങ്ങിൽ ആദ്യ 5-ൽ പാകിസ്ഥാനില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ഫ്ലൂ വ്യാപനം അതിശക്തമായതോടെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുന്നു. ബ്രിട്ടൻ കടന്നുപോകുന്നത് രൂക്ഷമായ ഫ്ലൂ പ്രതിസന്ധിയിലൂടെ. UK-യിൽ ആരംഭിക്കാനിരിക്കുന്ന ഡോക്ടർമാരുടെ സമര തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഇതുപോലൊരു ശൈത്യകാല പ്രതിസന്ധി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് ഡോക്ടർമാർ. UK-യിൽ വിമാനത്താവളത്തിലെ ഡ്രോപ്പ് ഓഫ് സോണിലെ ചാർജിൽ 3 പൗണ്ടിന്റെ വർധനവ്. വിമാനത്താവളത്തിൽ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയാൽ ഇനി മുതൽ 10 പൗണ്ട് ചാർജായി നൽകേണ്ടി വരും. ചാർജ് വർധനവ് 2026 ജനുവരി 6 മുതൽ പ്രാബല്യത്തിൽ വരും. വില വർധനവിനെ നിസ്സാരമായി കാണുന്നില്ലെന്ന് വിമാനത്താവള അധികൃതർ. ചാർജ് വർധനവിന് കാരണം ബിസിനസ് നിരക്ക് ഇരട്ടിയായത്. നൈജൽ ഫാരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം UK പാർട്ടി അംഗസംഖ്യയിൽ ലേബർ പാർട്ടിയെ മറികടന്നതായി അവകാശവാദവുമായി രംഗത്ത്. റിഫോം UKക്ക് 2.68 ലക്ഷം പേരിലധികം അംഗങ്ങളുണ്ടെന്ന് കണക്കുകൾ. ലേബർ പാർട്ടിയുടെ അംഗസംഖ്യ 2.5 ലക്ഷമായി കുറഞ്ഞതായി റിപ്പോർട്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ കണക്കുകളെന്ന് നൈജൽ ഫാരാജ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ കടുത്ത സമ്മർദ്ദം. പാർട്ടിക്കാർ ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി അവസാനിക്കാനിരിക്കെ. സബ്സിഡി നിലച്ചാൽ കോടിക്കണക്കിന് അമേരിക്കക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ചെലവ് കുത്തനെ ഉയരും. ഏറ്റവും ഉയർന്ന ചികിത്സാ ചെലവ് വഹിക്കുന്നത് അമേരിക്കക്കാരാണെന്ന് OECD കണക്കുകൾ. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 50% വരെ ഉയർന്ന തീരുവകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് US കോൺഗ്രസിൽ പ്രമേയം അവതരിപ്പിച്ചത് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളായ 3 പേർ. തീരുവകൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും വിതരണ ശൃംഖലകൾക്കും ദോഷകരവുമാണെന്ന് പ്രമേയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തിൽ ദേശീയ തലത്തിൽ അഭിനന്ദന പ്രവാഹങ്ങളുമായി നേതാക്കൾ. തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയർ വരാൻ പോകുന്നുവെന്ന് ജനം മോദിയെ മാത്രമാണ് വിശ്വസിക്കുന്നതെന്ന് തെളിഞ്ഞുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത കേരളം ഉയർത്തി പ്രചരണം നയിച്ച സംസ്ഥാന അധ്യക്ഷനും പ്രവർത്തകർക്കും ഷായുടെ വക അഭിനന്ദനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് MM മണി. വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദിക്കുന്നു എന്ന് MA ബേബി പറഞ്ഞതാണ് നിലപാട് പാർട്ടിയുടെ നിലപാടാണെന്ന്. അത് തന്നെയാണ് തന്റെ നിലപാടെന്നും മുൻമന്ത്രി. സംസ്ഥാനത്തെ ക്ഷേമ പ്രവർത്തനം നടത്തിയിട്ടും ജനവിധി എതിരായതിൽ പ്രതികരിച്ചു പോയതാണെന്നും അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നും MM മണി. ആര്യ രാജേന്ദ്രനെതിരെ മുൻ കൗൺസിലറായ ഗായത്രി ബാബു ഉന്നയിച്ച വിമർശനങ്ങളെ തള്ളി മന്ത്രി V ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആര്യയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചില്ലെന്നും ഗായത്രിയുടെ പരാമർശം പാർട്ടി പരിശോധിക്കുമെന്നും മന്ത്രി. ക്ഷേമ പെൻഷൻ വർധനവ് പരാമർശിച്ച് വോട്ടർമാരെ അപമാനിച്ച MM മണി തൊഴിലാളി നേതാവാണെന്നും പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെന്നും ശിവൻകുട്ടി. ഈ ബുള്ളറ്റിൻ കൊണ്ട് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.